ഞങ്ങളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ചേട്ടാ, ഞങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മളിപ്പോൾ ഉള്ളത് വെച്ചാൽ തൃക്കരിപ്പൂരുള്ള IT എന്ന പ്രദേശത്താണ്. IT എന്ന പ്രദേശത്ത് ഇവിടെ കാണുന്നത് നമ്മളെ കവ്വായി കായലാണ്. ഈ കവ്വായി കായലിൻ്റെ തീരത്ത് എൻ്റെ ഒരു ചെറിയൊരു ഞണ്ട് വളർത്തലിൻ്റെ ഒരു ഫാമിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എൻ്റെ ചെറുപ്പകാലം തൊട്ടേ ഈ കവ്വായി കായലുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു 90% അതിലധിക ശതമാനവും ഞാൻ ചിലവഴിച്ചിട്ടുള്ളത് ഈ കവ്വായി കായലുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ തന്നെയാണ്. ഞാൻ 2018 മുതൽ ഈ മേഖലയിൽ ഞണ്ട് വളർത്തലല്ല, മത്സ്യകൃഷിയുടെ മേഖലയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. കല്ലുമ്മക്കായ ആയാലും അതുപോലെ മത്സ്യം വളർത്തലും, കരിമീൻ, അതുപോലെ കളാഞ്ചി മത്സ്യങ്ങൾ 2018 മുതൽ ഞാൻ അതിൻ്റെ ഫാമുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലടക്കം ആഡംബര ഭക്ഷണ സാമഗ്രികളുടെ കൂട്ടത്തിൽ ഇടം നേടിയ ഗുണമേന്മയുള്ള ഒന്നാണ് കേരളത്തിന്റെ സ്വന്തം പച്ചക്കാല ഞണ്ടുകൾ. അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലിയോടൊപ്പം ഷിബിന് കൃഷിയും തന്റെ ജീവിതചര്യയാണ്. ഇന്ന് ഈ കവ്വായി കായലിനരികിൽ നിന്ന് 100 മേനി വിജയമാണ് ഞണ്ട് കൃഷിയിൽ നിന്ന് ഷിബിൻ കൈവരിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ പോയിട്ടാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. നിലവിൽ ഈ ഞണ്ട് ഒരു 1.5 കിലോ തൂക്കം വരുന്നുണ്ട്. നമ്മൾ നിലവിൽ മാർക്കറ്റ് വെച്ചിട്ട് ഒരു 4500 രൂപ 5000 രൂപക്കിടയിലൊരു വില ഈ ഒറ്റൊരു സിംഗിൾ പീസ് ഞണ്ടിന് കിട്ടും. ഈ കായലോരവുമായി അത്രയേറെ ആത്മബന്ധമുള്ള ഷിബിന് കായൽ തിരികെ നൽകിയതും അത്രയേറെ തന്നെ സ്നേഹമാണ്. ഒരു ഞണ്ടിന് തന്നെ 4500 രൂപ വരെ വില ലഭിക്കുന്ന പച്ചക്കാലൻ ഞണ്ടുകളെ കായലിലും വയലുകളിലും ഒരുപോലെ വളർത്താൻ സാധിക്കും. നമ്മളിത് വാങ്ങിക്കുന്നത് ഈ ഇവിടെ പുഴയിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളുടെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഞണ്ടുകൾ വാങ്ങിക്കുന്നത്. അത് വാട്ടർ ക്രാബ് എന്ന് പറയും, പഞ്ഞി ഞണ്ട് എന്ന് പറയും. നമ്മൾ സാധാ മലയാളത്തിൽ പറയുന്നത് പഞ്ഞി ഞണ്ട് എന്നാണ് പറയൽ. അത് വെച്ചാൽ ഞണ്ടിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇതിൻ്റെ തോട് പൊഴിച്ചിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് വളരൽ. അതായത് ഇപ്പോൾ ഒരു 1/2 കിലോയിൽ ഒരു ഞണ്ടാണെങ്കിൽ അതിൻ്റെ തോട് പൊഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ സൈസിൽ വേരിയേഷൻ വരുന്നത്. ഒരു ടൈമിൽ തോട് പൊഴിച്ച് കഴിഞ്ഞാൽ ഒരു 100 മുതൽ 250 ഗ്രാം വരെ അതിന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ തോട് പൊഴിച്ചിട്ട് ശേഷമുള്ള ആ കണ്ടീഷനിൽ, വാട്ടർ കണ്ടീഷനിൽ കിട്ടുന്ന ഞണ്ടുകളാണ് ഞാൻ ഇവരുടെ ഇടയിൽ നിന്ന്, ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നത്. ആ ഞണ്ട് 1 മാസം മുതൽ 1.5 മാസം വരെ ഇതുപോലുള്ള ബോക്സുകളിൽ തീറ്റ കൊടുത്ത് പരിപാലിച്ചിട്ടാണ് അത് ഉറപ്പിച്ചെടുക്കുന്നത്. പച്ചക്കാലൻ ഞണ്ടു കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാർ എത്തിക്കഴിഞ്ഞാൽ അത് നാടിന്റെ സാമ്പത്തിക ഭദ്രതയെ കൂടുതൽ സുസ്ഥിരമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് അഗ്നിവേശ് കുഞ്ഞിമംഗലത്തിനും ആശിഷ് കണ്ടോത്തിനുമൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.